Hello friends, welcome to another session of Home Tutor. I'm your personal teacher Neepa Nibin. 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇൻട്രോ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് 1 എന്ന് പറയുന്ന സെഷനിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വാച്ച് ദാറ്റ് പോർഷൻ. അതിനുശേഷം മാത്രമേ ഈ ഒരു വീഡിയോയിലേക്ക് വരാവുള്ളൂ. സോ പ്ലീസ് വാച്ച് ദാറ്റ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ദ ലേറ്റ് 18th century ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. In 1774, Louis XVI of the Bourbon family of kings ascended the throne of France. He was 20 years old and married to the Austrian princess Mary Antoinette. Upon his accession, the new king found an empty treasury. Long years of war had drained the financial resources of France. Added to this was the cost of maintaining an extravagant court at the immense palace of Versailles. Okay. ബർബൻ എന്ന ഒരു രാജകുടുംബത്തിലെ മെമ്പറായ ലൂയിസ് 16 ആണ് 1774 ഫ്രാൻസിന്റെ രാജാവാകുന്നത്. അദ്ദേഹത്തിന് വെറും 20 വയസ്സുള്ളപ്പോൾ ഓസ്ട്രിയൻ രാജകുമാരിയായ മേരി അന്റോയിനറ്റിനെ വിവാഹം കഴിക്കുന്നു. ലൂയിസ് 16 രാജാവാകുന്നതിന് മുൻപുള്ളവർ വളരെ ലാവിഷായി ചെലവാക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പദവിയിൽ കയറിയപ്പോൾ ഗിഫ്റ്റായി കിട്ടിയത് ഒരു എംപ്റ്റി ട്രഷറി ആയിരുന്നു. 10 പൈസ പോലും ഇല്ലാത്ത ഒരു ഖജനാവ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ട്രഷറി 0 ആകാൻ കാരണം മുൻപ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ അമിത ചിലവും കൂടാതെ വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങളുമാണ്. മറ്റൊരു രീതിയിൽ ട്രഷറി 0 ആകാൻ കാരണം വേഴ്സറ്റൈലിലെ ആർഭാടം നിറഞ്ഞ പാലസിലെ കിങ്ങിന്റെ കോർട്ടിലെ അമിത ചിലവാണ്. ഈ ഒരു രണ്ടും, അതായത് കോർട്ടിനെ മാനേജ് ചെയ്യുക, ആ ഒരു സമയത്ത് എക്സ്ട്രാ വാഗൻസി മൊത്തവും അവർ അതായത് പ്ലഷർ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി എല്ലാം എക്സ്ട്രാ അമൗണ്ട് ചെലവാക്കുന്നത് വഴിയാണ് ഇത്രമാത്രം ഒരു ട്രഷർ തീരാൻ കാരണം. തന്മൂലം ഫ്രാൻസിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സ് വളരെ കുറവായിരുന്നു. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ കുറച്ച് വേർഡ്സിന്റെ മീനിങ്സ് ഞാൻ പറയാം. ആക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വിസിഷൻ ഓഫ് എ പൊസിഷൻ ഓർ പവർ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു പദവിയിലേക്ക് കയറുക. മിക്കപ്പോഴും രാജാക്കന്മാർ പദവിയിലേക്ക് കയറുമ്പോഴാണ് ആക്സഷൻ എന്ന് പറയുന്നത്. ഇനി ട്രഷറി എന്ന് പറഞ്ഞാൽ ഖജനാവ്, റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. മിക്കപ്പോഴും ട്രഷറി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അലമാരിനെ ട്രഷറി എന്ന് പറയത്തില്ല. അപ്പോൾ ട്രഷറി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നവരുടെ കീഴിലുള്ള അവരുടെ എവിടെയാണോ അവർ ട്രഷർ വെൽത്ത് സ്റ്റോർ ചെയ്തിരുന്നത് അതിനെയാണ് ട്രഷറി എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ വേഗന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് സ്പെൻഡിങ് ഓഫ് മണി അല്ലെങ്കിൽ ലാവിഷ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിനെയാണ് എക്സ്ട്രാ വേഗന്റ്. ഏതൊരു കാര്യവും ഓവറായിട്ട് അതിനെ ലാവിഷായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ വേഗന്റ് എന്ന് പറയും. ഇമ്മൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ്, വലുത്. Under Louis XVI, France helped the 13 American colonies to gain their independence from the common enemy, Britain. The war added more than $1 billion to a debt that had already risen to more than $2 billion. Lenders who gave the state credit now began to charge 10% interest on loans. So the French government was obliged to spend an increasing percentage of its budget on interest payments alone. To meet its regular expenses such as the cost of maintaining an army, the court, running government office or universities, the state was forced to increase taxes. Yet, even this measure would not have sufficed. Louis XVI ഫ്രാൻസ് ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന 13 അമേരിക്കൻ കോളനീസിനും ഇൻഡിപെൻഡന്റ് ആവാൻ സഹായിച്ചു. ആ ഒരു കാലത്ത് ബ്രിട്ടൻ ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും കോമൺ എനിമിയാണ്. ഒന്നാമത് ഫ്രാൻസ് കടത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനെതിരെ യുദ്ധം നടത്തി $1 ബില്യൺ മുകളിൽ കടബാധ്യത വരികയും എല്ലാം കൂടി ഒരു $2 ബില്യൺ മുകളിലേക്ക് വീണ്ടും ഫ്രാൻസ് കടബാധ്യതയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ.
ഫ്രാൻസിൽ 781 മുതൽ 1794 വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറൻസിയുടെ പേരാണ് ലിവർ. ഇനി കൂടാതെ അന്ന് സ്റ്റേറ്റ് ഓർഗനൈസേഷന് കടം കൊടുത്ത ആൾക്കാർ തിരികെ കൊടുക്കാതെയായപ്പോൾ 10% പലിശ കൂടി ചുമത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ ബഡ്ജറ്റിന്റെ വലിയൊരു ഭാഗം പലിശ അടയ്ക്കുവാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഉപയോഗിച്ച് ഈ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും തോറും ഫ്രാൻസിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യം പീരീഡിലേക്ക്, ഇപ്പൊ ഒരു 3 വർഷത്തേക്ക് 4 വർഷത്തേക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നിപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണെങ്കിൽ 10,000 രൂപയുടെ ബഡ്ജറ്റേ ഉള്ളൂ, നമുക്ക് അതിന് മുകളിലേക്ക് മേടിക്കരുത്. അതേപോലെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഇത്രയും ഫീൽഡുകളിലേക്ക് ഇത്രയും രൂപ വെച്ചാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഫ്രാൻസിന്റെ ഡേ ടു ഡേ ലൈഫിൽ ദൈനംദിന ചിലവുകളിൽ പെടുന്ന കാര്യങ്ങൾ, അതായത് ആർമിയുടെ മെയിൻ്റനൻസ്, കോർട്ടിന്റെ എക്സ്പെൻസുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇവയുടെ എല്ലാം ചിലവും ഇതിന്റെ പുറമെ ഇവർ വഹിക്കേണ്ടതായിട്ട് വന്നു. ഇതിനൊന്നും ശരിക്കും ഈ ഒരു ഫ്രാൻസിന്റെ കയ്യിൽ കാശില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെ റോൾ ചെയ്ത് പോകാൻ വേണ്ടി വീണ്ടും ടാക്സ് കൂട്ടിക്കൊണ്ടേ അവരിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് ഫ്രാൻസിന് തൃപ്തികരമായ രീതിയിൽ ഒരു അമൗണ്ട് വന്നു ചേരുന്നില്ല. അവരിപ്പോഴും കടത്തിന് മേലുള്ള കടത്തിലാണ്. French society in the 18th century was divided into 3 estates, and only members of the third estate paid taxes. The society of estates was part of the feudal system that dated back to the Middle Ages. The term old regime is usually used to describe the society and institutions of France before 1789. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സൊസൈറ്റിയെ 3 എസ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 3ാമത്തെ എസ്റ്റേറ്റിൽ ഉള്ള വ്യക്തികൾ മാത്രം ടാക്സ് പേ ചെയ്താൽ മതിയായിരുന്നു. മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യയുഗം തൊട്ട് തന്നെ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിരുന്നു എസ്റ്റേറ്റ്സ് എന്ന രീതിയിലുള്ള സൊസൈറ്റിയിലെ ഡിവിഷൻസ്. അതുപോലെ 1789 മുൻപ് ഫ്രാൻസിലെ സൊസൈറ്റിയെ വിശേഷിപ്പിച്ചിരുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഓൾഡ് റെജിം. Figure 2 shows how the system of estates in French society was organized. Peasants made up of about 90% of the population. However, only a small number of them owned the land they cultivated. About 60% of the land was owned by nobles. The church and other rich members of the third estate, the member of the first 2 estate, that is the clergy and the nobility, enjoyed certain privileges by birth. The most important of this was exemption from paying tax to the state. The noble further enjoyed feudal privileges. These included feudal dues, which they extracted from the peasants. Peasants were obliged to render services to the lord, to work in his house and fields, to serve in the army, or to participate in building roads. ഫ്രഞ്ച് സൊസൈറ്റിയിൽ എസ്റ്റേറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത് എന്ന് ഫിഗർ 2-ൽ നമുക്ക് കാണാം. ഫ്രാൻസിലെ 90% പോപ്പുലേഷനും ഈ തേർഡ് എസ്റ്റേറ്റിൽ പെട്ടവരായിരുന്നു. എന്നാലും കയ്യിൽ എണ്ണാൻ പറ്റുന്നത്ര ആളുകൾക്ക് മാത്രമേ അവർ കൾട്ടിവേറ്റ് ചെയ്ത ലാൻഡ് സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റാർക്കും അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡ് സ്വന്തമായിട്ടില്ല. അവയൊക്കെ ഫ്യൂഡൽ ലോർഡ്സിന്റെ അധീനതയിൽ പെട്ടതായിരുന്നു. ഫ്രാൻസിലെ 60% ലാൻഡിന്റെയും ഓണേഴ്സ് നോബിൾസും ചർച്ചും പിന്നെ തേർഡ് എസ്റ്റേറ്റിലുള്ള നല്ല റിച്ച് ആയിട്ടുള്ള മെമ്പേഴ്സും ആയിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ഉള്ള വ്യക്തികൾ ഈ ഒരു ക്ലാസ്സുകാരായി ജനിക്കുമ്പോൾ തന്നെ എൻജോയ് ചെയ്യുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ടാക്സ് എക്സംഷൻ. കൂടാതെ നോബൽ ഫാമിലിയിൽ പെട്ടവർ ജന്മിത്വ സമ്പ്രദായത്തിന്റെ ആനുകൂല്യങ്ങളും എൻജോയ് ചെയ്തു പോന്നു.
അതിൽ ചിലത് ഫ്യൂഡൽ ഡ്യൂസ് ഒക്കെയാണ്. ഈ പറയുന്ന ഫാമേഴ്സ് ലാൻഡ് ലോർഡിൻ്റെ കൃഷിസ്ഥലത്തും വീട്ടിലും ഫ്രീ ആയി വർക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്യുകയോ പിന്നെ കോമൺ റോഡ്സ് പണിയാൻ സഹായിക്കുകയോ ഒക്കെ അവർ ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എസ്റ്റേറ്റിൽ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ക്ലെർജീസ്. ക്ലെർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യൻ മതാചാര സംഘത്തിൽ പെടുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് അച്ഛന്മാർ, പള്ളിയിലെ അതായത് മതപുരോഹിതന്മാർ, മറ്റ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ക്ലെർജി എന്ന് പറയുന്നത്. സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നവരാണ് നൊബിലിറ്റിയിൽപ്പെട്ടവർ. നൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പദവിയിൽ അല്ലെങ്കിൽ കുലീന വർഗ്ഗക്കാർ, ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് നൊബിലിറ്റിയിൽ വരുന്നത്. പിന്നെ തേർഡ് എസ്റ്റേറ്റിലും വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ആൾക്കാരെ നമുക്ക് കാണാം ബിഗ് ബിസിനസ്മെൻ, മെർച്ചൻസ്, കോർട്ട് ഒഫീഷ്യൽസ്, ലോയേഴ്സ് എക്സെട്ര. വലിയ വലിയ ബിസിനസ്മാൻമാരും മെർച്ചൻസും കോടതിയിലുള്ള ഒഫീഷ്യൽസും വക്കീലന്മാരൊക്കെയാണ് ടോപ്പ് പൊസിഷനിൽ വരുന്നത്. രണ്ടാമത്തെ ലെവലിൽ വരുന്നത് പെസൻസ് ആൻഡ് ആർട്ടിസൻസ്. പെസൻസ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ്, ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, കരകൗശല വിദ്യകൾ അറിയാവുന്നവരൊക്കെ. പിന്നെ ഏറ്റവും താഴെ വരുന്നവരാണ് സ്മോൾ പെസൻസ്, ലാൻഡ്ലെസ് ലേബേഴ്സ് ആൻഡ് സെർവൻസ്. ഈ വളരെ ചെറിയ ഭൂമിയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഫാമേഴ്സ്. പിന്നെ ലാൻഡ് ഇല്ല എന്നാൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ, പിന്നെ മറ്റ് വീടുകളിലൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വേലകൾ ചെയ്യുന്ന സെർവൻസ്. അപ്പോൾ കോമൺ ആയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. നമുക്ക് 3 എസ്റ്റേറ്റ്സ് ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പെടുന്നവരാണ് ക്ലെർജി, സെക്കൻഡ് എസ്റ്റേറ്റിൽ പെടുന്നവരാണ് നൊബിലിറ്റി ഫാമിലിയിലുള്ള, തേർഡ് എസ്റ്റേറ്റിൽ പെടുന്നവരാണ് peasants and artisans. Figure 2, a society of estates. Note that within the third estate some were rich and other poor. ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് തേർഡ് എസ്റ്റേറ്റിനകത്ത് കുറച്ച് ആൾക്കാർ വളരെ റിച്ചും കുറച്ച് ആൾക്കാർ വളരെ പുവറുമാണ്. The church too extracted its share of taxes called tithes from the peasants. And finally, all members of the third estate had to pay taxes to the state. These included a direct tax called taille and a number of indirect taxes which were levied on articles of everyday consumption like salt or tobacco. The burden of financing activities of the state through taxes was borne by the third estate alone. ഈ ചൂഷണങ്ങളൊന്നും പോരാഞ്ഞിട്ട് ചർച്ചിന്റെ വകയും ഉണ്ടായിരുന്നു ചിലത്. അതിൽപ്പെട്ടതാണ് തിറ്റ്സ്. ടിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെസന്റ് അദ്ദേഹം ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ 1/10 ഭാഗം ചർച്ചിന് കൊടുക്കണമായിരുന്നു. ഇതൊന്നും കൂടാതെ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് കൂടി അടയ്ക്കേണ്ടി വരുമ്പോൾ തേർഡ് എസ്റ്റേറ്റിൽ ഉള്ള വ്യക്തികൾ വളരെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരായി മാറും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് ഡയറക്റ്റ് ടാക്സ് ആയ തിത്ത്, പിന്നെ ഉപ്പിനും ടുബാക്കോ പോലെയുള്ള ഡെയിലി അവശ്യ വസ്തുക്കൾക്ക് മേലിൽ ചുമത്തുന്ന ടാക്സ്, ഇങ്ങനെയുള്ളവയും കൂടി അടയ്ക്കുന്നത് തേർഡ് എസ്റ്റേറ്റിൽ ഉള്ളവരായി മാറുമ്പോൾ അവർക്ക് മേലിൽ ഉണ്ടാവുന്ന എക്സ്പ്ലോയിറ്റേഷനും പ്രഷറും അത്രമാത്രം കൂടുതലായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ് ആൻഡ് ചിൽഡ്രൻ, അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ വീണ്ടും വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് 9th സ്റ്റാൻഡേർഡിൻ്റെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് നിർബന്ധമായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ടിലേക്ക് വരാവുള്ളൂ. പിന്നെ എല്ലാം ടോപ്പിക്കുകളും പ്ലേലിസ്റ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദാറ്റ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ എന്തായാലും യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. സോ കണ്ടിന്യൂഷൻ ഓഫ് ദിസ് ചാപ്റ്റർ is on next video. The continuation will be struggle to survive, a growing middle class envisages an end to privileges. ഈ ഒരു 2 ടോപ്പിക് ആയിരിക്കും നമ്മൾ ഇനി അടുത്ത സെഷനിൽ ചെയ്യുന്നത്. അതുകൊണ്ട് മറക്കാതെ വീഡിയോസ് എല്ലാം കാണുക. So please watch, like, share and subscribe. Thank you.